Sevens Golden Diamonds, Ermalur, Vadadala. പാർലമെന്റിൽ ഹിന്ദു വിശ്വാസികളെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഭാരതം പരമപവിത്രമായി കരുതുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ഹിന്ദുധർമ്മത്തെ ജീവശ്വാസമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഹിന്ദു വിശ്വാസികൾ അക്രമകാരികളും വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്നവരും ഹിംസാവാദികളുമാണെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ നേതൃത്വം കൊടുത്ത പ്രതിഷേധ ജ്വാല പള്ളുരുത്തി വെളിയിൽ നിന്ന് ആരംഭിച്ചു. പ്രതിഷേധ പ്രകടനം പള്ളുരുത്തി നടയിൽ മാരമ്പള്ളി ക്ഷേത്രത്തിന് സമീപം സമാപിച്ചു. സമാപന സമ്മേളനം ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം വി കെ സുദേവ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു വിശ്വാസത്തെയും സനാതന ധർമ്മത്തെയും രാജ്യം സ്വതന്ത്രം നേടിയ കാലം മുതൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ട എല്ലാ കുൽസിത പ്രവർത്തനങ്ങളും നടത്തിവരുന്ന കോൺഗ്രസ് ഇടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ശക്തമായി അദ്ദേഹം പറഞ്ഞു. സംസ്കാരം ഉൾക്കൊള്ളുന്നതും ഭാരതീയ ജനതയും ആയിട്ടുള്ള മൊത്തം ഹൈന്ദവ ജനതയെ ഒന്നടങ്കം അപമാനിക്കുന്ന രൂപത്തിൽ, അതായത് ഭാരതത്തിലുള്ളതായ സകല ഹൈന്ദവ ജനതയും ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ്. എന്താണ് ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ? അതായത് അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ ഛായാചിത്രവും പത്രങ്ങളും പ്രതിഷേധ ജ്വാലയ്ക്ക് മുന്നിൽ കത്തിയരിച്ചു. ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി മനോജ്, സംഘടനാ സെക്രട്ടറി പി വിജയകുമാർ, ഖജാൻജി ഭഗവത് സിംഗ്, മേഖലാ ജനറൽ സെക്രട്ടറി കെ അക്ഷയ്കുമാർ, ഉപാധ്യക്ഷൻ എ ആർ അശോകൻ, ബി.ജെ.പി. തൃപ്പൂണിത്തുറ മണ്ഡലം സെക്രട്ടറി ദിലീഷ് കുമാർ, പള്ളുരുത്തി മണ്ഡലം സെക്രട്ടറി കെ റോഷൻകുമാർ, എച്ച് ഹരീഷ്, പള്ളുരുത്തി സെൻട്രൽ ഏരിയ സെക്രട്ടറി രഞ്ജിത്ത്, BMS പള്ളുരുത്തി മേഖലാ പ്രസിഡന്റ് കിഷോർ, സാബു കെ വിശ്വനാഥൻ, OR വേണു, സന്തോഷ് നെവിൻ, അജയ് നായിക്, ഗണേഷ് ഗോവിന്ദൻ, മഹിളാ ഐക്യവേദിയെ പ്രതിനിധീകരിച്ച് രാഗിണി തുളസിദാസ്, ഏമ സാജൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.